ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ ഋതികയും രാജുവും സൂര്യമംഗലത്ത് എത്തിയിരിക്കുകയാണ്. ഇവിടെയുള്ള രഹസ്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് തുറന്നു പറയില്ലെന്നും പതിയെ പതിയെ നിങ്ങൾക്കെല്ലാം മനസ്സിലായിക്കൊള്ളുമെന്ന് കുറുപ്പ് ഒരു സൂചന നൽകുകയാണ്. അതേസമയം ഇനി ഏതെങ്കിലും ആത്മാക്കളുടെ ശല്യം ഉണ്ടാകുമോ എന്നുള്ള ഭയത്തിൽ നിൽക്കുകയാണ് രാജുവും ഋതികയും. പിന്നീട് കാണിക്കുന്നത് തൻ്റെ മകൾ പത്മാവതിയെക്കുറിച്ചോർത്ത് വിഷമത്തോടെ ഇരിക്കുന്ന സരസ്വതി തമ്പുരാട്ടിയാണ്. തൻ്റെ മകളെ താനെന്ന് ഉപേക്ഷിച്ചതാണ് ഏറ്റവും വലിയ തെറ്റെന്നും സരസ്വതി തമ്പുരാട്ടി കുറുപ്പിനോട് മനസ്സ് തുറന്ന് പറയുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാജുവിൻ്റെ വീടാണ്. തനിക്ക് ബിസിനസ്സിൽ നിന്നും കിട്ടിയ പണം കൊണ്ടാണ് താൻ മദ്യപിച്ചതെന്ന് പ്രിയയോട് പറയുകയാണ്. ജയൻ ഇനി മദ്യപിക്കരുതെന്ന് പ്രിയ പറയുമ്പോൾ ഞാൻ ഇനിയും മദ്യപിക്കുമെന്നും അതൊക്കെ പണക്കാരുടെ ലക്ഷണങ്ങളാണെന്നും ജയൻ പ്രിയയോട് പറയുന്നു. തുടർന്ന് ഹാളിലേക്ക് എത്തുമ്പോൾ വേണു കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ജയ ഇനി നീ മദ്യപിക്കരുത്. ഇനി നീ മദ്യപിക്കാൻ ഒരു ഗ്ലാസ് എടുക്കുമ്പോൾ ആ ഗ്ലാസ്സിൽ നിറയുന്നത് മദ്യമായിരിക്കില്ല, നിന്റെ ഭാര്യയുടെയും മകളുടെയും കണ്ണുനീര് മാത്രമായിരിക്കും. ഇത് കേട്ട് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് പ്രിയയും രാധമ്മയും. പിന്നീട് കാണിക്കുന്നത് രാജുവിനെയും ഋതികയുമാണ്. ഋതിക പറയുകയാണ്, രാജുവില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ സാധിക്കില്ല. രാജുവിൻ്റെ ജീവിതത്തിലില്ലെങ്കിൽ മരിക്കാമെന്ന് വരെ ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാ. പക്ഷേ എല്ലാം ദൈവത്തിൻ്റെ ഒരു മാജിക് തന്നെയാ. അതുകൊണ്ടല്ലേ രാജു ഇപ്പോൾ എൻ്റെ ഒപ്പമുള്ളതെന്ന് സന്തോഷത്തോടെ പറയുകയാണ് ഋതിക. അങ്ങനെ അവർ കിടക്കുമ്പോൾ രാജുവിനെ ചേർത്ത് വെച്ച് കിടക്കുന്ന ഋതികയെ കാണിച്ചുകൊണ്ട് പ്രൊമോ വീഡിയോ ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.